ഹലോ ഗൈസ്, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അതെ, ഫാദേഴ്സ് ഡേ ആണല്ലേ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ദിവസമാവും. പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഫാദറിനോടാവും കൂടുതൽ ഇഷ്ടം, ആൺകുട്ടികൾക്ക് ഉമ്മാനോടും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാല്, എന്റെ ഒരു ചെറിയൊരു അനുഭവമാണ്. എന്റെ ഉപ്പ മരിച്ചിട്ട് ഇപ്പോ 11 വർഷമായി. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഉപ്പ മരിച്ചത്. അങ്ങനെ ഒരു ദിവസം ഞാൻ 5ാം ക്ലാസ്സിൽ എത്തിയപ്പോ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോ എല്ലാവരുടെയും ഉപ്പാരാണ് വന്നത്, എന്റെ മാത്രം ഉമ്മ. അപ്പൊ അന്ന് എനിക്ക് ഉമ്മ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്തല്ലായിരുന്നു, മറിച്ച് എന്റെ കുറവായിരുന്നു. എനിക്ക് ഉപ്പ ഇല്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം കൊണ്ട് അത്രയും ഞാന് കരഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട്. ഉപ്പ വന്ന് എല്ലാരും ഉപ്പ വന്ന് എനിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞിട്ട്. അന്ന് ബുദ്ധിയില്ലാത്ത പ്രായമാണ്, എന്നാലും പിന്നെന്താ പറയാ, ഞമ്മക്കും പോണ്ട ഒരു സല്ല വിളിച്ചാല് ഉപ്പുള്ളിടത്തോളം കാലാണ് ഒരു പെൺകുട്ടിക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാൻ പറ്റുക. ഉപ്പ ഇല്ലാത്തൊരു കുട്ടിനോട് ചോദിച്ചാൽ അറിയാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യത്തീം കുട്ടികൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. കാരണം ഉപ്പ പോയാൽ എന്താണെന്ന് യത്തീമായ കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉപ്പാരെ സങ്കടപ്പെടുത്താതെയും വെറുപ്പിക്കാതെയും നിൽക്കുക. അത്രയും നല്ല ജീവിതം നമ്മൾ ഉപ്പ ഉള്ളിടത്തോളം കാലം അവർക്ക് നമ്മൾ കൊടുക്കുക. ഹാപ്പി ഫാദേഴ്സ് ഡേ.